ഇവിടെ ഇഷ്ടം പോലെ പൂവുണ്ട്, ഇഷ്ടം പോലെ പൂക്കൾ. എല്ലാവരും ആ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്ത് വന്നിട്ട് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ ആ ഒരു പ്രോപ്പർ ഏരിയ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മലയാളികൾക്ക് വേറൊരു റേറ്റ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേറൊരു റേറ്റ്, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. കേരളത്തിലൊന്നും തമിഴർക്ക് കുറച്ച് വില കൂട്ടിക്കൊടുക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കൂടുതലാണ്. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാര്യം നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നുമില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. ഇപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പുനലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോഴും പോകുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ സൂര്യകാന്തി പൂ പൂത്ത ആ ഒരു സമയമാണ് ഇപ്പോഴ് അവിടെ നിലവിൽ അതുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് ദിവസം മുന്നേ കുറേ ആൾക്കാരെല്ലാം ഫോട്ടോസ് എല്ലാം സ്റ്റാറ്റസൊക്കെ ഇടുന്നത് കണ്ടായിരുന്നു. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഇങ്ങോട്ടേക്ക് സാധാരണ പോകുന്നത്, ഈ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി സാധാരണ പോകുന്നത് കൊല്ലത്ത് നിന്നും ഡയറക്റ്റ് ട്രെയിൻ കയറിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ അത് ഉച്ചയ്ക്കാണ് ട്രെയിൻ. ഉച്ചയ്ക്ക് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരമാവും ഈ തെങ്കാശിയിലെല്ലാം എത്താൻ. അപ്പോൾ നമ്മൾ ഈ സൂര്യകാന്തി പാടമെല്ലാം വെയിൽ ബാക്കിൽ നിന്ന് അടിക്കുന്നല്ലേ. അപ്പോൾ ഈ സൂര്യകാന്തി പാടമെല്ലാം കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലെ 8:23 ട്രെയിനിൽ കയറി. പുനലൂർ വരെയുള്ളൊരു ട്രെയിനാണ്. മധുരയിൽ നിന്ന് ഓടി വരുന്ന ട്രെയിനാണ്. 16729 എന്നാണ് ട്രെയിനിൻ്റെ നമ്പർ. അപ്പോൾ ആ ഒരു ട്രെയിനിലാണ് ഞാൻ വന്നത്. അത് 8:23 കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി രാവിലെ ഒരു 9:30 കഴിയുമ്പോൾ പുനലൂരെത്തും. അങ്ങനെ പുനലൂരെത്തിയിട്ട് പുനലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ KSRTC ബസ് വരും. നമ്മൾ ഈ വരുന്ന ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് KSRTC ബസ്സും വരും. അപ്പോൾ ആ KSRTC ബസ്സിൽ കയറി നമുക്ക് പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ ആ ബസ്സിൽ കയറി 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഈ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എഴുകോണൊക്കെ എത്തിയപ്പോൾ സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ മഴയായിരുന്നു കേട്ടോ. മഴയും വെയിലും അതേപോലത്തെ മഴയായിരുന്നു. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ പുനലൂർ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടങ്ങാം. ഒന്നും കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ നിന്നപ്പോൾ ഒരു സൈറൻ കേട്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഒരു സൈറൻ കേട്ടായിരുന്നു. അത് എവിടെ നിന്നാണ് കേട്ടെന്നറിയാൻ വയ്യ, പക്ഷേ നല്ല സൗണ്ടിൽ കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് പുനലൂർ തൂക്കുപാലത്തിലാണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇത് കല്ലട നദിയാണ് ഇതിന് താഴെ കൂടെ പോകുന്നത്. കണ്ടില്ലേ, ഈ കാണുന്നത് കല്ലട പുഴ. ഇത് അവിടെയായിട്ട് കാണുന്നത് റെയിൽവേ ട്രാക്കാണ്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കാണ് ആ കാണുന്നത്. തെങ്കാശി, മധുരൈ അങ്ങോട്ടെല്ലാം പോകുന്ന ട്രാക്ക്. വെള്ളം നല്ല കലങ്ങി കിടക്കുവാണ്. ഭയങ്കര മഴയെല്ലാം പെയ്തതുകൊണ്ടേ നല്ല കലങ്ങി കിടക്കുവാണ് വെള്ളം. അങ്ങനെ ഞാൻ പുനലൂർ തൂക്കുപാലത്തിന് സമാന്തരമായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ സൈഡിലൂടെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടെല്ലാം ഒരുപാട് ചെടികൾ വെച്ചിരിക്കുന്നത് ചെടിച്ചട്ടിയിൽ. എന്തായാലും അത് കാണാൻ മനോഹരമായിട്ടുണ്ട്. നമ്മൾ മുൻപ് സുൽത്താൻ ബത്തേരി പോയപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഇതേപോലെ ഉണ്ടായിരുന്നു. എന്തായാലും ഫുട്പാത്ത് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചു. 2 പൊറോട്ട, മുട്ടക്കറി, ഒരു ചായ, ടോട്ടൽ 60 രൂപ. നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര ചൂട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂട്. പുനലൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൊല്ലത്തെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലമാണ്. പിന്നെ വേറെന്തൊക്കെയോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാടും പിന്നെ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ, അങ്ങനെ എന്തോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. PSCക്ക് പഠിച്ചപ്പോഴും മുമ്പ് അങ്ങനെ എന്തോ ഒരു കാര്യം പഠിച്ചായിരുന്നു, മറന്നുപോയി. അപ്പോഴെന്തായാലും നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡ് അടുത്ത് എത്താറായിരിക്കുവാണ്. ഇത് എവിടെയായിട്ടാണ് പത്തനംതിട്ട, പത്തനാപുരം അങ്ങോട്ടേക്കെല്ലാം പോകുന്ന പ്രൈവറ്റ് ബസ്സുകൾ നിർത്തുന്നത്. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അപ്പോഴതേപോലെ പത്തനാപുരത്തേക്കെല്ലാം പോകുന്ന ബസ് നിർത്തുന്ന ആ ഒരു സ്ഥലമാണ് ആ കാണുന്ന പ്രൈവറ്റ് ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലം. ആ ബസ് പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. കണ്ടില്ലേ, പത്തനംതിട്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പത്തനാപുരം, കോന്നി വഴി പത്തനംതിട്ട. അങ്ങനെ ഞാൻ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിനകത്ത് വന്നിരിക്കുവാണ്. ഇവിടെ നമുക്ക് നോക്കാം, തെങ്കാശി ബസ്സിൽ കയറണം കേട്ടോ. കാര്യം ഞാൻ ട്രെയിനിൽ രാവിലെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബസ്സിൽ പോകാനുള്ള കാര്യം, നമുക്ക് ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഒരു 12:30 ആകുമ്പോൾ തെങ്കാശിയിലെത്താം. ട്രെയിനിൽ കൊല്ലത്ത് നിന്നും 12 മണിക്ക് എടുക്കുന്ന ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി 3:30 ആവും എത്താൻ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു യാത്രാമാർഗം പുറപ്പെടാം. അതായത് തിരുവനന്തപുരം പോകുന്ന ബസ്സാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ തെങ്കാശി ബസ് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ. ഓരോ അരമണിക്കൂർ കൂടുന്തോറും തെങ്കാശി ബസ്സുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം. ഇതാ കണ്ടില്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്, തെങ്കാശി.
അങ്ങനെ നമ്മുടെ ബസ് പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുവാണ്. ഡ്രൈവർ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. പുനലൂരിൽ നിന്നും തെങ്കാശി വരെ പോകുന്നതിന് 83 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെന്മല ഡാമിലേക്കാണ്. തെന്മല ഡാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി. കുറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വന അന്തരീക്ഷമുള്ളൊരു വഴിയാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് ആയിട്ടും മരങ്ങളാണ്. റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മെറ്റലെല്ലാം ഇറക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വഴി കൊള്ളാം, നല്ല ശാന്തമായിട്ടുള്ള വഴി. കുറേ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയായിട്ടെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്, തെന്മല ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട്. തെന്മല എക്കോ ടൂറിസം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുടെയും ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. എവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് തെന്മല. അതിനുള്ളിലേക്കാണ് ഡാമിലേക്ക് പോകുന്ന വഴി. എവിടെയായിട്ടൊരു തമിഴ്നാട് രജിസ്ട്രേഷൻ ട്രാക്ടർ കിടപ്പുണ്ട്. പണിയായിട്ട് കിടക്കുവാണ് കേട്ടോ, കുറേ കാലം കൊണ്ട് കിടക്കുവാണ്. ഈ റൂട്ട് വന്നപ്പോഴേ പണിയായതായിരിക്കാം. ഇപ്പോഴായിട്ട് വലിയൊരു ഹെയർ പിൻ ബെൻഡ് വളയാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു റൂട്ടിൽ ഒരുപാട് ഹെയർ പിൻ ബെൻഡൊന്നും ഇല്ല, എന്നാലും ഇത് നല്ലൊരു ഹെയർ പിൻ ബെൻഡാണ്. കണ്ടില്ലേ, വീണ്ടും വേറൊരു ഹെയർ പിൻ ബെൻഡ് വളയുവാണ്. സത്യത്തിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ആ ഒരു പുനലൂരെ ചൂടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഒരു തണുത്ത അന്തരീക്ഷം. ഇത്രയും മരങ്ങളെല്ലാം കൂട്ടത്തോടെ നിൽക്കുമല്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ നമ്മൾ തെന്മല ടൗണിൽ വന്നിരിക്കുവാണ്. ഈ ടൗണിനടുത്തായിട്ടാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. തെന്മല ഡാമും തെന്മല റെയിൽവേ സ്റ്റേഷനും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. ഇതെവിടെയായിട്ട് നോക്കി ചെറിയ കച്ചവടം, ചീപ്പ്, സോപ്പ്, കണ്ണാടി, അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഈ കാണുന്നതാണ് തെന്മല റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മുടെ ബസ് തെന്മലയിൽ നിർത്തിയിരിക്കുവാണ്. തെന്മലയിൽ ഇവിടെ ഹാൾട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഓടി വരുന്ന വണ്ടിയാണ്. ഇത് ചെട്ടികുളങ്ങരയിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ്. കണ്ടില്ലേ, ചെട്ടികുളങ്ങര, കായംകുളം, അടൂര്, പുനലൂര്, ചെങ്കോട്ട വഴി തെങ്കാശി. നമ്മൾ കയറിയത് പുനലൂരിൽ നിന്നുമാണ്. അപ്പോൾ ചെട്ടികുളങ്ങരയിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയാണ് ഈ ബസ്. അങ്ങനെ നമ്മുടെ ബസ് നിർത്തിയ സ്ഥലത്ത് ഇതാ നോക്കേ, തടി ഡിപ്പോയാണ്. അവിടെയായിട്ടെല്ലാം കണ്ടില്ലേ, കുറേ തടികളെല്ലാം കൂട്ടത്തോടെ ഇട്ടിരിക്കുന്നത് കാണാം. വരി വരിയായിട്ട് നമ്പരൊക്കെ ഇട്ടിട്ടിരിക്കുവാണ്. പുഷ്പ സിനിമയാണ് ഓർമ്മ വരുന്നത്, പുഷ്പ 1. കുറച്ച് ഹോട്ടലുകളും കടകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ തെന്മല. ചില KSRTC ബസ്സുകൾ തെന്മലയിൽ നിർത്താറുണ്ട്. KSRTC പിന്നെ തമിഴ്നാടിൻ്റെ ബസ്സും തെന്മലയിൽ നിർത്താറുണ്ട്. ലോങ് വരുന്ന ബസ്സുകളെല്ലാവേ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം നിർത്താറുണ്ട്. പിന്നെ ചില ബസ്സുകളെല്ലാം ഉറുകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും നിർത്തുന്നത്. നമ്മുടെ ബസ് പക്ഷേ നിർത്തിയത് തെന്മലയിലാണ്. ഇവിടെയായിട്ടെല്ലാം ഒരുപാട് ലോട്ടറി കടകളുണ്ട്. കണ്ടില്ലേ, കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ, അപ്പോൾ തമിഴ്നാട്ടിലെ ആൾക്കാരെല്ലാം ഇവിടെയൊക്കെ വന്ന് ലോട്ടറി വാങ്ങാറുണ്ട്. പിന്നെ കേരള തമിഴ്നാട് ബോർഡറായിട്ടുള്ള ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇഷ്ടം പോലെ ലോട്ടറി കടകളുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ലോട്ടറി കാണിച്ചു തരാം. ആര്യങ്കാവിലെ ലോട്ടറി കടകൾ എവിടെയായിട്ട് നോക്കി ചെറിയൊരു തോടും കാണാം. യെസ്, അങ്ങനെ നമ്മുടെ ബസ് വീണ്ടും പുറപ്പെടുവാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ വണ്ടി ബ്ലോക്ക് ആയിരിക്കുവാണ്. വീതിയുള്ള ലോറികളൊക്കെ വരുവാണ്. കണ്ടില്ലേ, വലിയ വലിയ ഹെവി വെഹിക്കിളൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് റോഡിന് വീതി കുറവുണ്ട്. അതുകൊണ്ട് വണ്ടി ചെറുതായിട്ട് ബ്ലോക്ക് ആയിരിക്കുവാണ്.
ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിൽ കാണുന്നില്ലേ, അത് റെയിൽവേ ട്രാക്കാണ്. ഇതേപോലെ നമുക്ക് സമാന്തരമായിട്ട് ചില ഭാഗങ്ങളിൽ റെയിൽവേ ട്രാക്ക് കാണാൻ സാധിക്കും. 13 കണ്ണറ പാലം ഉണ്ടല്ലോ, ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന 13 കണ്ണറ പാലം, അത് നമ്മൾ പോകുന്ന വഴിക്കാണ്. ഒരുപാട് സിനിമകൾ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 13 കണ്ണറ പാലത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ആ കാണുന്നതാണ് 13 കണ്ണറ പാലം. അങ്ങനെ നമ്മൾ 13 കണ്ണറ പാലത്തിന് സൈഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ റെയിൽവേ ട്രാക്ക്. ഇവിടെ ആയിട്ടൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്, കഴുതുരുത്തി. 13 കണ്ണറ പാലത്തിനോട് ചേർന്നുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കഴുതുരുത്തി. അങ്ങനെ ഈ പാലത്തിൻ്റെ പേര് കഴുതുരുത്തി പാലം എന്നാണ്. 13 കണ്ണറ പാലത്തിൻ്റെ വേറൊരു പേര് കഴുതുരുത്തി പാലം എന്നാണ്. അങ്ങനെ നമ്മൾ കുറച്ച് വളവുകളും തിരിവുകളും കഴിഞ്ഞതിന് ശേഷം ആര്യങ്കാവ് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് കേരള തമിഴ്നാട് ബോർഡർ, ആര്യങ്കാവ്. ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ കാണുന്ന വഴി മുകളിലേക്ക് ചെല്ലുന്നത് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് വരി വരിയായിട്ട് ലോട്ടറി കടകളുണ്ട്. റോഡിൻ്റെ ഇരുവശത്തുമായിട്ടും ധാരാളം ലോട്ടറി കടകളുണ്ട്. അങ്ങനെ ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുവാണ്. കണ്ടില്ലേ ഫ്രണ്ടിലായിട്ട് വലിയൊരു മലനിര, ആ മലനിരയ്ക്ക് അപ്പുറത്തായിട്ട് തമിഴ്നാടാണ്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ എവിടെയായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, തെങ്കാശി 21 കിലോമീറ്റർ, മധുരൈ 198 കിലോമീറ്റർ. ഇതെവിടെയായിട്ട് നോക്കേ റംബുട്ടാനെല്ലാം വെച്ചിരിക്കുന്നത്. മുന്നിലായിട്ട് വലിയൊരു മലനിര കാണാം, താഴെയായിട്ട് തമിഴ്നാടിൻ്റെ താഴ്വരയും കാണാം. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കണ്ടില്ലേ, ആ കാണുന്നത് തമിഴ്നാടിൻ്റെ പരന്ന പ്രദേശമാണ്. ഈ കാണുന്നതാണ് എസ് വളവ്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വലിയ വലിയ ഹെവി വെഹിക്കിൾസ് വളയുന്നത്. ഹെവി വെഹിക്കിൾസ്. നമുക്ക് മുന്നിലായിട്ടൊരു ലോറി ഉണ്ടായിരുന്നു, അത് റിവേഴ്സ് എടുത്താണ് വളഞ്ഞത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴും നോക്കെ അതിവിശാലമായിട്ടുള്ള വയൽ പ്രദേശവും ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ മലനിരകളാണ് കേട്ടോ. എന്തായാലും കൊള്ളാം അല്ലേ. നോക്കേ നല്ല പച്ചയായിട്ട് നെല്ല് കിളിച്ച് നിൽക്കുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര കാറ്റും അടിക്കുന്നുണ്ട്. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഇപ്പോഴ് ആടിമാസ സീസൺ എന്ന് പറഞ്ഞൊരു സീസണാണ്. ഭയങ്കര കാറ്റ്. ഈ ആടി അങ്ങനെ നമ്മൾ മലനിരകളെല്ലാം കണ്ട് യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ചെങ്കോട്ടൈ. ഇപ്പോഴത്തെ ഈ കാണുന്നതാണ് ചെങ്കോട്ടൈ ബസ് സ്റ്റാൻഡ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. സൂപ്പർ വെയിലാണ് അടിക്കുന്നത്, കിടിലം വെയിലാണ് അടിക്കുന്നത്. ഈ വെയിലത്താണ് സൂര്യകാന്തി പാടത്തേക്ക് പോകുന്നത്. എന്തായാലും പോവാം. എന്തായാലും തമിഴ്നാട്ടിലെ ആ ഒരു സ്ട്രീറ്റ് എല്ലാം കാണാൻ ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകതരം ബിൽഡിങ്ങുകളും കടകളും എല്ലാമായിട്ടേ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള തെരുവുകളിലൂടെയാണ് നമ്മുടെ ബസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ടൊരു ആർച്ചെല്ലാം കാണുന്നുണ്ട്. കൊള്ളാമല്ലേ ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ ആർച്ചിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ആ ഒരു തെരുവിൻ്റെ പരിസരത്ത് നിന്നും വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു തടാകം എല്ലാം കാണുന്നുണ്ട്. കൊള്ളാമല്ലേ ഈ ഒരു സ്ഥലം. ഇതെവിടെയായിട്ട് നോക്കിയേ, റോഡിന് നടുക്കായിട്ട് കുറേ ആട്ടുംകൂട്ടങ്ങൾ. കൊള്ളാമല്ലേ. അങ്ങനത്തെ പലതരം നാടൻ കാഴ്ചകൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം. ഇവിടെയായിട്ട് നോക്കിയേ കുറേ വാഴക്കൃഷി, ഒരുപാട് വാഴക്കൃഷികളുണ്ട്. പിന്നെ മാന്തോപ്പുണ്ട്, മാങ്ങാത്തോപ്പുകൾ, പിന്നെ തെങ്ങും തോപ്പുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനിവിടെ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് ഇതോ പോകുന്നത്. ഇത് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ബസ് പോകുന്നത്.
നമുക്ക് പോകേണ്ടത് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നുമാണ് ഞാൻ പറഞ്ഞ സുന്ദരപാണ്ഡ്യപുരം അങ്ങോട്ടേക്കെല്ലാം ബസ് ധാരാളമായിട്ടുള്ളത്. ഇവിടെ സിഗ്നലുണ്ട്, സിഗ്നലിന് കുറച്ച് അപ്പുറത്തായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ആൾക്കാർ ഇറങ്ങാൻ കാണും. ഇവിടെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഈ ഒരു സിഗ്നലിന് മുന്നേ ആയിട്ട് ഇറങ്ങും. അങ്ങനെ സിഗ്നലിൽ നിന്നും റൈറ്റിലേക്ക് ആ ഒരു വഴിയാണ് പഴയ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി. ഭയങ്കര കാറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. ആടിമാസ കാറ്റെന്ന് പറഞ്ഞ കാറ്റ് എപ്പോഴും അടിക്കുന്നതേ ഇപ്പോഴ് ആ ഒരു സീസണാണ്. അപ്പോഴും ഞാനിപ്പോൾ നടന്ന് ഈ ഒരു തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുവാണ്. ഈ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് സൂര്യകാന്തി എല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്നും സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സുണ്ട്, സുരണ്ടൈ. അപ്പോൾ സുരണ്ടൈ ബസ്സിൽ കയറിയിട്ട് സുന്ദരപാണ്ഡ്യപുരം വഴി സുരണ്ടൈ പോകുന്ന ബസ്സുണ്ട്. പിന്നെ ആയിക്കുടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, ആയിക്കുടി എന്ന് പറഞ്ഞ സ്ഥലം വഴി സുരണ്ടയിലേക്ക് പോകുന്ന ബസ്സുണ്ട്. പിന്നെ സാമ്പവർ വടകര വഴി സുരണ്ടയ്ക്ക് പോകുന്ന ബസ്സുണ്ട്. അപ്പോൾ ഈ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് സൂര്യകാന്തി കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഏത് ബസ്സാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ്. ഇങ്ങോട്ടേക്ക് KSRTC അങ്ങനെ എല്ലാ ബസ്സുകളും ഒന്നും വരില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കടല പുഴുങ്ങിയതും കപ്പലണ്ടി പുഴുങ്ങിയതും എല്ലാം ഉണ്ട്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കപ്പലണ്ടി പുഴുങ്ങിയതുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ വലുതായിട്ട് കപ്പലണ്ടി പുഴുങ്ങിയത് കച്ചവടമില്ല. യെസ്, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സുന്ദരപാണ്ഡ്യപുരം പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിരിക്കുവാണ്, 24B. എന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. ഏറ്റവും ബാക്കിലത്തെ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചാടി പോവാം. നല്ല നീറ്റ് ബസ്സാണല്ലോ, പുതിയ ബസ്സാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് യാത്ര ചെയ്യാം. നമ്മൾ പോകുന്നതിൻ്റെത് ഈ ഭാഗത്ത് കണ്ടില്ലേ, ഈ ഭാഗത്ത് ഈ പാറയുടെ മുകളിൽ വെച്ചിട്ടാണ് അന്യൻ സിനിമയിലെ ഒരു പാട്ട് ഷൂട്ട് ചെയ്തത്. അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തത് ഈ പാറയുടെ മുകളിൽ വെച്ചിട്ടാണ്. നമുക്ക് തിരികെ വരുമ്പോൾ പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാം. എന്തായാലും കൊള്ളാമല്ലേ, നമ്മൾ പോകുന്ന വഴിയല്ല തടാകവും എല്ലാമായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പുറത്തെ ഭാഗത്തായിട്ട് കൃഷിപ്പാടമാണ് കണ്ടില്ലേ, ദൂരെയായിട്ട് വലിയ വലിയ വയൽ പ്രദേശവും അതിനപ്പുറത്തായിട്ട് കാറ്റാടിപ്പാടമെല്ലാം കാണാം. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 12 രൂപ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൈകാട്ടി താനേ. അങ്ങനെ കൈകാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നമ്മൾ ബസ് ഇറങ്ങിയിരിക്കുവാണ്. അതെ, ഇവിടെ ഒരമ്മ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ആയിട്ട് ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് കുറേ സൂര്യകാന്തികൾ പൂത്ത് നിൽക്കുന്നത്. അതോ നോക്കേ, കുറേ കന്നുകാലികൾ വരുന്നത്, കൊള്ളാലേ. പിന്നെ നമ്മൾ വന്ന ബസ് സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. ഞാൻ സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ ഇറങ്ങി, കൈകാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും ആ ഒരു സൺഫ്ലവർ പൂത്ത് നിൽക്കുന്ന പരിസരത്തേക്ക് പോകും. അത് എവിടെയായിട്ട് കണ്ടില്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്, സൺഫ്ലവർ ആരോ മാർക്കെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെയായിട്ട് കണ്ടില്ലേ ചെറിയൊരു കാവ്, ഇത് കൊള്ളാലോ. ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്നാക്സ് എല്ലാം വാങ്ങാൻ പറ്റിയ കടകളെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതെല്ലാം നാരങ്ങ വെള്ളവും അതേപോലെ പലതരം കൂൾ ഡ്രിങ്ക്സ് എല്ലാം കച്ചവടം ചെയ്യുന്ന കടകളാണ്. എന്തായാലും നല്ല കാറ്റുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം കൊണ്ട് പറയുമല്ലേ നല്ല കാറ്റുണ്ടെന്ന്. നല്ല തണലുള്ള തെങ്ങും തോപ്പ്. ഇതെവിടെ ആയിട്ടെല്ലാം നോക്കേ, പനന്തൊങ്കുകൾ. ഇതെവിടെ പനന്തൊങ്ങിൻ്റെ കച്ചവടമാണ് കണ്ടില്ലേ. അവിടെ ആയിട്ട് ആ ഒരു വണ്ടിയിൽ പനന്തൊങ്ങിൻ്റെ കച്ചവടമാണ്. ഇതെവിടെ ആയിട്ട് നോക്കേ, വണ്ടിയിൽ ഉള്ളി വെച്ചോണ്ട് നിൽക്കുന്നത്. ഉള്ളിയുണ്ട്, സവാളയും ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട് കണ്ടില്ലേ. പൂവുണ്ടല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ആ പൂവൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇത് എவ்வளோ ഉള്ളി വില? 2.5 കിലോ 100 രൂപയാണ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട്, നല്ല ഫ്രഷ് ഉള്ളി. ഇതാ നോക്കേ, സവാളയും ഉണ്ട്. സവാള കിലോ എவ்வளோ ആണ്? 3 കിലോ 100 രൂപയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങോ? ഉരുളക്കിഴങ്ങ് 2.5 കിലോ 100. അങ്ങനെ പല പല വിലയ്ക്കുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പൂത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. ഭയങ്കര കാറ്റടിച്ച് ഞാൻ ഈ പറയുന്നത് ഭൂ 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 എന്ന് കേൾക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമോ അറിയില്ല. കാറൊക്കെ പോകുന്നുണ്ട് കണ്ടില്ലേ, കുറച്ച് ദൂരം വരെ കാറെല്ലാം പോകും, പിന്നെ നമുക്ക് നടന്നു പോവാം. അങ്ങനെ ഞാൻ ആ നടന്നു പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഇവിടെ ആയിട്ട് തടാകം. നമ്മൾ കുറേ നാൾ മുമ്പ്, അതായത് രജനീകാന്തിൻ്റെ ജയിലർ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
ആ സമയത്തും സൂര്യകാന്തി പൂത്ത ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഈ തടാകം കംപ്ലീറ്റ് ആയിട്ടും വറ്റി കിടക്കുമായിരുന്നു. മീനുകളെല്ലാം ചത്തിങ്ങനെ കിടക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഒരുപാട് മീനുകൾ ചത്ത് കിടക്കുന്ന ആ ഒരു സീനായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നടന്ന് ആ കാണുന്ന സൂര്യകാന്തി പാടത്തേക്ക് പോവാം. കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത്. കൂടുതലായിട്ടൊന്നല്ല, എല്ലാം കേരള രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തിരക്കില്ല. വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഓണം വെക്കേഷൻ വരും, അപ്പോൾ നല്ല തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എത്രയാണ് റേറ്റ് വാങ്ങുന്നതെന്നൊക്കെ നോക്കാം. നൊങ്ക് കച്ചവടം ചെയ്യുന്ന അണ്ണൻ ബൈക്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് സൂര്യകാന്തി പാടത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ഇവിടെയും ഉണ്ട് കേട്ടോ ഉള്ളിയുടെ എല്ലാം കച്ചവടം. ഉള്ളിയും സവാളയെല്ലാം ഇവിടെയും കച്ചവടം ചെയ്യുന്നുണ്ട്. അതേവിടെ മുരിങ്ങയ്ക്കയുണ്ട്, കണ്ടില്ലേ? മുരിങ്ങയ്ക്ക നോക്കേ, നല്ല നീളമുള്ള കനമുള്ള അടിപൊളി മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക എവിടെ അമ്മ? 2 എണ്ണം 10 രൂപയാണ് വില. കൊള്ളാമല്ലോ. അങ്ങനെ ഞാൻ സൂര്യകാന്തി പാടത്തിനകത്തേക്ക് കയറിയിരിക്കുവാണ്. 20 രൂപ വാങ്ങി കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് വാങ്ങിയത്. പക്ഷെ ഇവിടെ ഒരു കപ്പിളിൻ്റെ നിന്ന് 50 രൂപ വാങ്ങി. അങ്ങനെ തോന്നുന്ന വിലയാണ്, പ്രത്യേകിച്ച് അങ്ങനെ റേറ്റ് ഒന്നും ഫിക്സ്ഡ് ആയിട്ടില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഉണങ്ങി നിൽക്കുവാണ്, കണ്ടില്ലേ? ഇവിടെ എല്ലാം വിളവെടുക്കാറായ സൂര്യകാന്തി പൂക്കളാണ്. ഇത്രയും കിളവന്മാർക്കിടയിൽ ഇതാ നോക്കേ, ഒരു യങ് സൂര്യകാന്തി നിൽക്കുന്നത്. ഒറ്റപ്പെട്ടു പോയി. ഇതാ നോക്കേ, തേനീച്ചക്കൂട് പോലെ ഉണ്ടല്ലേ? കാണാൻ ശരിക്കും ഒരു തേനീച്ചക്കൂട് പോലെ തന്നെയാണ് ഉള്ളത്. ഈ പൂവെല്ലാം ഏകദേശം അതിൻ്റെ കാലം കഴിഞ്ഞു. നമുക്ക് നല്ലതുപോലെ മഞ്ഞ കളറിൽ കാണുന്ന ആ ഒരു പൂവിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ ഇവിടെ ആയിട്ട് കണ്ടില്ലേ? ഇവിടെ എല്ലാം കംപ്ലീറ്റ് കിളച്ചിട്ടിരിക്കുവാണ്. പുതുതായിട്ട് വേറെ എന്തൊക്കെയോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ദൂരെയായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ അടുത്ത് ഏതോ അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ പാട്ടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ മുളകിൻ്റെ കൃഷിയാണ്. പച്ചമുളക് നിൽക്കുന്നത് നോക്കേ, കൊള്ളാല്ലേ? ഇവിടെ കണ്ടായിരുന്നല്ലോ. ചെടിയും പച്ച, മുളകും പച്ച എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അതാണ്ട് ഇതാ കണ്ടില്ലേ, പച്ചമുളക്. എന്തായാലും പച്ചമുളക് ചെടിയിൽ പച്ചയായിട്ട് പിടിച്ചു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയായിട്ടെല്ലാം അഗസ്തിച്ചീരയുടെ കൃഷിയുണ്ട്. ഈ കാണുന്നതെല്ലാം അഗസ്തിച്ചീരയാണ്. ഇതൊരു ഇടവിളയായിട്ടാണ് കൃഷി ചെയ്യുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ഒരു തണൽ മരം പോലെ. ഈ മുളക് കൃഷിക്കൊന്നും ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. ഇത് ചെറുതായിട്ടൊരു ഷെയ്ഡ് കൊടുക്കും. ഇതിങ്ങനെ വളർന്നു വരുമ്പോഴേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൃഷി ചെയ്യുന്ന ഞാനിങ്ങനെ കഴിഞ്ഞ തവണ വന്നപ്പോഴേ ചോദിച്ചപ്പോഴേ അറിഞ്ഞത്. അപ്പോഴതിനാണ് ഈ ഒരു അഗസ്തിക്കീരയുടെ കൃഷി. അഗസ്തിക്കീര അല്ല, അഗസ്തിച്ചീര. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു കുറേ അധികം മഞ്ഞ കളറിൽ സൂര്യകാന്തി നിൽക്കുന്നതിൻ്റെ ആ ഒരു പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഇവിടെ ഇഷ്ടം പോലെ പൂക്കൾ നോക്കേ. എല്ലാം കൂട്ടത്തോടെ നിന്ന് ഇങ്ങോട്ട് നോക്കി തലയാട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ശരിക്കും എല്ലാവരും കൂടെ നിന്ന് തലയാട്ടുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. അസംബ്ലി ഗ്രൗണ്ട് പോലെ അല്ല തോന്നുന്നത്. അസംബ്ലി ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ ലെവലിൽ വരിവരിയായിട്ടാണല്ലോ നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കില്ലേ? അതായത് ഏതെങ്കിലും സെലിബ്രിറ്റി എവിടെയെങ്കിലും ഇനാഗുറേഷന് വരുമ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടുമല്ലോ, അതേപോലെ തിക്കും തിരക്കും കൂട്ടുന്നത് പോലെയാണ് തലയാട്ടുന്നത്. എന്നാലും കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ട്. അതെ, ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം വഴിയുണ്ട് കേട്ടോ. ഇതാ നോക്കേ, പൂ പറിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും, അതായത് കഴിഞ്ഞ സുന്ദരപാണ്ഡ്യപുരത്ത് സൂര്യകാന്തി കാണാൻ വന്ന വീഡിയോയിലും പറഞ്ഞായിരുന്നു. ഇത് അവരുടെ ജീവിതമാർഗമായിട്ടാണ് ഇത് വളർത്തുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു കാര്യമില്ലാതെ ഭംഗിക്ക് വേണ്ടി ചെടി വയ്ക്കുമ്പോഴും ആ പൂവ് നശിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമമാവില്ലേ? അപ്പോഴിതിവിടെ ഇവർ ജീവിതമാർഗമായിട്ട് അവരുടെ അന്നത്തിന് വേണ്ടി വളർത്തുമ്പോൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് തെറ്റെന്നല്ല, പന്ന പരിപാടിയാണ്. മലയാളികളാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത്. മലയാളികൾ തന്നെ ആയിരിക്കും പോക്കൃതരം കാണിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ പൂക്കൾ കണ്ടിങ്ങനെ നടക്കാൻ നല്ലൊരു ഫീൽ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 അടിയോളം പൊക്കത്തിലാണ് ഈ പൂവ് നിൽക്കുന്നത്. നല്ല വട്ടത്തിൽ വലിയ പൂവ്. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോഴാ ഒരു ശരിക്കും പൂവിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. കൈ വെച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? അങ്ങനെ കൈ വെക്കുമ്പോഴാണ് ശരിക്കും പൂവിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. നമ്മുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പത്തിലുണ്ട്. എന്തായാലും ഇങ്ങനെ കൂട്ടത്തോടെ നിന്ന് തലയാട്ടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ദൂരെയായിട്ട് നോക്കേ,
അപ്പുറത്തായിട്ട് നിൽക്കുന്നത് ചോളമാണ്, ചോളത്തിന്റെ കൃഷിയാണ്. ന്യൂസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടായിരുന്നു, ഇനി സുന്ദരപാണ്ഡിപുരത്ത് സൂര്യകാന്തിയുടെ കൃഷിയില്ല, ചോള കൃഷി മാത്രമേ ഉള്ളെന്ന് പറയുന്നത് കേട്ടായിരുന്നു. പക്ഷേ അത് ഫേക്ക് ന്യൂസ് ആണ്, എല്ലാ തവണയും അത് പറയുന്നതാണ്. എന്നിട്ട് എല്ലാ കൊല്ലവും ഇവിടെ സൂര്യകാന്തി പൂവിന്റെ കൃഷി കാണുകയും ചെയ്യും. കാണുകയല്ല, കാണുകയും. ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടില്ലേ, എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതേപോലെ മലർന്ന് നിൽക്കുന്നൊരു പൂ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കേ, മലർന്ന് നിൽക്കുവാണ്. എല്ലാ പൂക്കളും ഒരേ ഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇത് മാത്രമായിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുവാണ്. അത് കൊള്ളാം അല്ലേ? നല്ല ഭംഗിയുണ്ട് പൂവിനെ കാണാൻ. എന്തായാലും ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാനേ നല്ല ഭംഗിയുണ്ട്. സത്യത്തിൽ അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുവാണ്. കാര്യം നമ്മൾ എപ്പോഴും കാണുന്നൊരു കാഴ്ച അല്ലല്ലോ ഇത്. നമ്മുടെ വീട്ടിലൊന്നും കിളിക്കുന്ന ചെടി അല്ലല്ലോ ഇത്. അഥവാ ഇത് വെച്ചാൽ തന്നെ 1-2 എണ്ണം വെക്കാനല്ലേ പറ്റുള്ളൂ. ഇതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഫീൽ. ഹേയ്, ദാ ഇവിടെ നോക്കേ, ചെറിയ പൂവ്, കുഞ്ഞു പൂവ്, വളർന്നു വരുന്ന പൂവ്. അതോ വളർച്ച മുരടിച്ച പൂവാണോന്നും അറിയില്ല. എന്തായാലും ചെറിയ പൂവ്. അങ്ങനെ നമ്മൾ നടന്ന് സൂര്യകാന്തി പൂവിൻ്റെ ഒരു എൻഡ് വരെ എത്തി കേട്ടോ. ഇവിടെ തണൽ കണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഇവിടെ ഒരാൾ നിന്ന് പുല്ല് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. തണൽ കൊണ്ട് പുല്ല് തിന്നുവാണോ? ഓക്കെ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, മാറിപ്പോയിക്കോളാം. അങ്ങനെ ഈ സൂര്യകാന്തി പാടത്തിനോട് ചേർന്നതാ ഇവിടെ ആയിട്ട് നോക്കി ട്രാക്ടറിൽ വേറെ വർക്കുകളെല്ലാം നടക്കുവാണ്. അവിടെ എല്ലാം കിളക്കുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ. അടുത്ത കൃഷിക്കായിട്ടുള്ള ഓരോരോ പരിപാടികൾ അവിടെ നടക്കുവാണ്. ആ ട്രാക്ടർ കിളയ്ക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് കണ്ടില്ലേ കാക്കകളെല്ലാം വന്നിരിക്കുന്നത്. ചെറിയ പ്രാണികളെയും ചെറിയ ധാന്യങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തിൻ്റെ ഇടയിലൂടെ എല്ലാം നടന്നു. ഇനിയിപ്പോഴും സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡ് ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം. അങ്ങോട്ടേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. ഇവിടെ നിന്ന് ബസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരികെ തെങ്കാശിയിലേക്ക് പോയിട്ട് അവിടെ നിന്നും ബസ് കയറി നാട്ടിലേക്ക് വിടാം. പിന്നെ വേറൊരു കാര്യം പറയാം, ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ട്. നമ്മുടെ ബസ് വന്നത് 10:30-ക്കല്ലേ, 10:30-ക്കാന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. 10:30-ക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു 1 മണി അടുപ്പിച്ച് തെങ്കാശിയിലെത്തി കേട്ടോ. എന്നിട്ട് ഇതാ ഇത്രയും നേരമായിട്ടും വിശക്കുന്നില്ല. പൊറോട്ടയുടെ ആ ഒരു പവറേ, പൊറോട്ട 2 പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചിട്ടും ഇത്രയും നേരമായിട്ടും ഒരു വിശപ്പും ഇല്ല. പൊറോട്ട താഴത്തില്ലടാ. ഇവിടെ ആയിട്ട് ഒരമ്മ കൃഷി ചെയ്യുവാണ് കേട്ടോ. എന്തൊക്കെയോ നട്ട് വെച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നമ്മ അത് നടുവേ? മല്ലി. ഓ, മല്ലി നടുവാണ് കേട്ടോ, മല്ലി. അപ്പോഴടുത്ത കൃഷി മല്ലിയാണ്. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കേ, ഉള്ളി നട്ടു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഉള്ളി ഇതെവിടെ എല്ലാം ഉണ്ട്. ഉള്ളി ആയിരിക്കോ സവാള ആയിരിക്കോ? വളർന്നു വരുന്ന സവാളയാണോ അതോ ഇനി പൂർണ്ണ വളർച്ചയെത്തിയ ഉള്ളിയാണോ? എന്തായാലും ഒരു ഉള്ളിയുടെ വലിപ്പം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിപ്പുണ്ട്. വെയിലടിച്ച് പച്ചമുളകൊക്കെ ഉണങ്ങി ചുക്കായിട്ട് നിൽക്കുക. കണ്ടില്ലേ, പഴുത്ത് ഉണങ്ങിപ്പോയി. അങ്ങോട്ടെല്ലാം നല്ല പച്ചമുളകുകൾ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാമാണ് നമ്മുടെ നാട്ടിലെത്തി ഓരോ ഓംലേറ്റുകളിലും കയറുന്നതും പിന്നെ അല്ലാത്ത പലതരം കറികളിൽ മുങ്ങി തിളയ്ക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ ഭയങ്കര കാറ്റെന്ന്. അത് ഇവിടെ മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര കാറ്റായിട്ട് തോന്നാത്തത്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് നോക്കേ, തെങ്ങോലകളെല്ലാം പറക്കുന്നത്. ഭയങ്കരമായിട്ട് പറന്ന് നോക്കേ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. ഇവിടെ ഈ ആടിമാസ കാറ്റെന്ന് ഞാൻ പറഞ്ഞില്ലേ, തമിഴ്നാട്ടിലൊരു സീസണുണ്ട്, ആടിമാസ കാറ്റെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. ഞാനിങ്ങനെ തിരികെ നടന്നു പോയപ്പോഴിതാ കണ്ടില്ലേ വരൾച്ച. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ കംപ്ലീറ്റ് വരൾച്ച ആയിരിക്കാൻ സാധ്യതയുണ്ട്. നോക്കേ, വരണ്ട് വിണ്ട് കീറി കാണുന്നത്. അങ്ങനെ ഞാൻ തിരികെ ഇറങ്ങിയപ്പോൾ ഇവിടെ നൊങ്കും കരിക്കും എല്ലാം വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നൊങ്ക് വാങ്ങുവാണ്. ഞാൻ മുൻപൊരു തവണ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നൊങ്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും നമുക്കൊന്ന് വാങ്ങാം. അങ്ങനെ ഞാൻ ഈ ഒരു നൊങ്കെന്ന് പറഞ്ഞ ഐറ്റം വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പും കഴിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു കച്ചവടത്തിനായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു, അങ്ങനെ വാങ്ങിയതാണ്. ഒരു മരത്തിൻ്റെ കുറ്റി കാണുന്നുണ്ട്, ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഇത് കഴിക്കുന്നത് ശരീരത്തിന് തണുപ്പ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്തായാലും കഴിക്കാം. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ്, നമ്മുടെ കരിക്കിനൊക്കെ ഉള്ളതുപോലത്തെ വേറൊരു ടേസ്റ്റ്. കരിക്കിനാണോ ടേസ്റ്റ് ഇതിനാണോ ടേസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം.
പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരുന്നവർ. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ 2 തേങ്ങ വീണ് കേട്ടോ. കാറ്റടിച്ച് 2 തേങ്ങ വീണിരിക്കുവാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വരുന്നവർ. ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് ഒരു ശ്രദ്ധ വേണം. കാര്യം നല്ല കാറ്റാണ് അടിക്കുന്നത്. തലയിലോട്ട് വീണ് കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകുന്ന കാര്യമൊക്കെ മറന്നുപോകും. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തെല്ലാം പോയിട്ട് തിരികെ റോഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വന്നിറങ്ങിയ ബസ് നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നടന്നു വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്നും സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലം വരെ, അതായത് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ള സ്ഥലം വരെ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. നോക്കട്ടെ, അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണോ ആദ്യം വരുന്നത്, അതോ ഇനി ഇവിടെ നിന്നും തെങ്കാശിയിലേക്ക് പോകുന്ന ബസ്സാണോ ആദ്യം വരുന്നത്, ഏത് ബസ്സാണ് ആദ്യം വരുന്നത് നോക്കും. എന്നിട്ട് ഏത് ബസ്സാണോ ആദ്യം വരുന്നത് ആ ബസ്സിൽ കയറി നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ തെങ്കാശിയിലേക്ക് പോകുന്ന ബസ്സാണ് വരുന്നതെങ്കിൽ ആദ്യം തെങ്കാശിയിലേക്ക് പോകും. സുന്ദരപാണ്ഡ്യപുരം ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ബസ് ആദ്യം വരുന്നെങ്കിൽ അതിലേക്ക് കയറി പോകും. അതാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നമുക്ക് ബസ്സിനോ ഇല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ഓട്ടോയോ എന്തായാലും വരട്ടെ, ഏതിലെങ്കിലും കയറി നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാം. നേരത്തെ ആ ഒരു പനന്നൊങ്ക് കഴിച്ചില്ലായിരുന്നോ, അതിന് 50 രൂപയാണ് കേട്ടോ. യെസ്, അങ്ങനെതാ ആ ഒരു ബോർഡിനടുത്ത് വന്നിരിക്കുവാണ് സുന്ദരപാണ്ഡ്യപുരം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഒരു കടയിൽ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ആയിട്ട് നോക്കേ, കടല മുട്ടായി, അതായത് നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഉണ്ടല്ലോ, അതേപോലെ പട്ടാണി കടലയാണെന്ന് തോന്നുന്നു, ആ ഒരു കടല വെച്ചിട്ടുള്ള മിഠായി. ഇത് ഒരെണ്ണം എടുത്തോ. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, വെയിറ്റ്ലെസ് ആണ്. ഇത് എവിടെ ആയിട്ട് നോക്കേ, ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ കേക്കൊക്കെ ഇരിപ്പുണ്ട്. ഇത് എവിടെ? 5 രൂപ. 5 രൂപ, കൊള്ളാം. കൊള്ളാം, അടിപൊളി, ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഞാനിങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഇതാ നോക്കേ, അവിടെ കൃഷിപ്പാടത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് കണ്ടില്ലേ? ആ ഒരു കാഴ്ച കൊള്ളാം അല്ലേ? അങ്ങനെ ഒഴുക്കി വിടുവാണ്. പല പല തിരിവുകൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഭാഗത്തേക്കും വെള്ളം ഒഴുകി ഒഴുകി വരുവാണ്. എന്തായാലും അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റി. വളഞ്ഞും തിരിഞ്ഞും എല്ലാം ഒഴുകി പോവുകയാണ്. ഓ, ബസ് സ്റ്റോപ്പ് അല്ലേ? ഓക്കെ 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 ഓക്കെ. അങ്ങനെ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു ബൈക്കിന് ലിഫ്റ്റ് കിട്ടി. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, ഇവിടം വരെ ലിഫ്റ്റ് കിട്ടി. ഇനി ഇവിടെ നിന്നും കുറച്ച് ദൂരം നടന്നാൽ മതി ബസ് സ്റ്റാൻഡിലേക്കെന്നാണ് അറിഞ്ഞത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് നടന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഇവിടെ ആയിട്ട് നോക്കി, ട്രാക്ടറിൻ്റെ ബാക്കിലായിട്ട് ഒരു മണ്ണ് മാന്തുന്ന ചെറിയൊരു കുട്ടി JCB പോലത്തെ ഒരു സംഗതിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വലിയ JCB ഉണ്ട്. ഇവിടെ ആയിട്ട് നോക്കിയാൽ വൈക്കോലെല്ലാം കൂനയായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ആയിട്ട് കോഴികൾ ചെകഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ഒരു 1/2 കിലോമീറ്റർ നടന്നു വന്നപ്പോഴിതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് കടകളെല്ലാം ഉള്ളൊരു ഏരിയ വന്നിരിക്കുവാണ്. ഇതെവിടെ ആയിട്ട് നോക്കിയാൽ ചെറിയൊരു അമ്പലമെല്ലാം കാണുന്നുണ്ട്. ഈ ഒരു ഭാഗം കൊള്ളാലോ. എല്ലാവരും ആ ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്ത് വന്നിട്ട് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ ആ ഒരു പ്രോപ്പർ ഏരിയ. ചെറിയൊരു കവലയാണ് കേട്ടോ, കൊച്ചു കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ചെറിയൊരു കവല. ഇതാ കണ്ടില്ലേ, നമ്മൾ നടന്നു പോകുമ്പോഴേ ഇവിടെ ആയിട്ട് ഓരോ പ്രതിഷ്ഠ എല്ലാം കാണുന്നുണ്ട്. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ആയിട്ട് നോക്കിയാൽ വലിയൊരു തൊഴുത്ത്, കുറേ കന്നുകാലികൾ അകത്ത് കിടപ്പുണ്ട്. കൊള്ളാല്ലേ, നല്ല ഗ്രാമ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തെ ഇറച്ചിക്കടയും കണ്ടു. ഈ കാണുന്നത് ഇറച്ചിക്കടയാണ്. ഇറച്ചിക്കട്ടയെല്ലാം ഇരിക്കുന്നത് കണ്ടില്ലേ? ഇറച്ചികളൊന്നും കാണുന്നില്ല, ഇറച്ചിക്കട്ടകൾ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെയും കാണുന്നുണ്ട് ഒരു അമ്പലമല്ല. അമ്പലം പോകുന്ന വഴിയിലെല്ലാം ഉണ്ട് കേട്ടോ. ഇതെവിടെല്ലാം ബോർഡും വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ കണ്ടില്ലേ? അതുകൊണ്ട് ഇവിടെ വന്നാൽ കൺഫ്യൂഷൻ ആവുകയൊന്നും വേണ്ട, എങ്ങോട്ട് പോകണം സൺഫ്ലവർ കാണാനെന്ന് വെച്ചിട്ട്. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതാ നോക്കിയ ഒരു ട്രാക്ടർ. ഇവിടെ കല്യാണമാണ് കേട്ടോ, കല്യാണത്തിന്റെ പാട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ഉള്ളിലായിട്ട് കണ്ടില്ലേ, അങ്ങോട്ടായിട്ട് തമിഴ്നാടിൻ്റെതായ തനത് ശൈലിയിലുള്ള വീടുകളെല്ലാം ഉള്ള വഴിയാണ് ഉള്ളിലേക്ക് കാണുന്നത്. ഇതാ നോക്കിയാൽ ഇവിടെ എല്ലാം കണ്ടില്ലേ, പഴയ ഓടിട്ട ചെറിയ ചെറിയ വീടുകൾ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രത്യേക അനുഭവം. ഇത് എവിടെയായിട്ടൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഇത് ഓഡിറ്റോറിയം പോലെയൊക്കെ തോന്നുന്നുണ്ട്, എന്താ സംഗതി എന്നൊരു പിടുത്തമില്ല. ഫ്രണ്ടിലായിട്ടൊരു ആനയുടെ ശില്പം എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ സുന്ദരപാണ്ഡ്യപുരം വരെ നടന്നു വന്നിരിക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഇത് എവിടെയായിട്ട് ATM ഉണ്ട് കണ്ടില്ലേ,
തിരുനെൽവേലി ഡിസ്ട്രിക്ട് സെൻട്രൽ കോർപ്പറേറ്റീവ് ബാങ്ക്. അതെ, ഇവിടെ ആയിട്ട് ഒരാൾക്കൂട്ടം. ഇവിടെ ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ. ചായക്കട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്, ചായയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ നടന്ന് സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുവാണ്. ഇതെവിടെയായിട്ട് ഇന്ത്യ 1-ൻ്റെ ATM എല്ലാം ഉണ്ട്, കണ്ടില്ലേ? അങ്ങനെ അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡ്. ഇതാ നോക്കേ, ഒരു ചെറിയ കുട്ടി ബസ്സെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അന്തരീക്ഷം കൊള്ളാം അല്ലേ? നല്ല തണലുള്ള അന്തരീക്ഷം, വേപ്പ് മരങ്ങളെല്ലാം നിൽപ്പുണ്ട്. വേപ്പ് മരത്തിൻ്റെ ആ ഒരു പ്യുവർ ഓക്സിജൻ എല്ലാം കൊണ്ടിട്ട് നമുക്കിങ്ങനെ നിൽക്കാം. ഈ ബസ് സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. എന്തായാലും ഇരിക്കാൻ പറ്റിയൊരു വെയിറ്റിംഗ് ഷെഡെല്ലാം ഉണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം അവിടെ സുഖമായിട്ടിരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും തെങ്കാശി ബസ് വരട്ടെ, നമുക്ക് ബസ്സിൽ കയറി തെങ്കാശിയിൽ ഇറങ്ങി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നാട്ടിലേക്ക് വിടാം. അങ്ങനെ കുറേ നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ബസ് വന്നിരിക്കുവാണ്. കുറേ നേരം എന്ന് വെച്ചാൽ 1.5 മണിക്കൂർ നിന്ന് കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബസ് അങ്ങനെ എപ്പോഴും കിട്ടില്ല. ഈ ഒരു സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊരിനകത്തേക്ക് എല്ലാ ബസ്സും വരില്ല. അതൊരു പാഠമായിരിക്കട്ടെ. ഒരുപാട് സമയം വെറുതെ പോയി. എന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി തെങ്കാശിക്ക് വിടാം. അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം നമുക്ക് അവിടെ വേസ്റ്റായി സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിലെ. അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ സുന്ദരപാണ്ഡിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് തെങ്കാശിക്ക് ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ പോസ്റ്റായി പോകും. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയെല്ലാം നല്ല മനോഹരമായിട്ടുള്ള വഴിയായിരുന്നു കേട്ടോ. അതിവിശാലമായിട്ടുള്ള കൃഷിപ്പാടവും വലിയ വലിയ മലനിരകളും. കൃഷിപ്പാടം എന്ന് വെച്ചാൽ കഴിയുന്നില്ല, എത്ര യാത്ര ചെയ്താലും കഴിയാത്തത്ര വിശാലതയിൽ കൃഷിപ്പാടങ്ങൾ ഇങ്ങനെ കണ്ട് യാത്ര ചെയ്ത് വരാം. അത് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 12 രൂപയാണ്. അതുപോലെ തന്നെയായിരുന്നു അങ്ങോട്ടേക്ക് പോകുന്നതിനും 12 രൂപയാണ്. അപ്പോഴെന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ബസ്സിൽ കയറി വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരിടത്തുനിന്ന് ഫുഡ് കഴിച്ചു. 2 ചപ്പാത്തി, ഒരു ചിക്കൻ 65 എല്ലാം കൂടെ ചേർത്ത് 130 രൂപ. പിന്നെ വേറൊരു കാര്യം, ഇവിടെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മലയാളികൾക്ക് വേറൊരു റേറ്റ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേറൊരു റേറ്റ്, അങ്ങനെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. കേരളത്തിലൊന്നും തമിഴർക്ക് കുറച്ച് വില കൂട്ടിക്കൊടുക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കൂടുതലാണ്. അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാര്യം നമ്മുടെയിലൊക്കെ ഒരുപാട് പൈസ ഉണ്ടെന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നുമില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. അപ്പോഴെന്തായാലും അതൊരു മോശം പ്രവണതയാണ്. ഞാൻ ആദ്യം 1-2 ഹോട്ടലുകളിലേക്ക് കയറിയായിരുന്നു. അപ്പോഴവിടെയൊക്കെ ഈ സെയിം സംഭവത്തിന് 150 രൂപയും 160 രൂപയൊക്കെ, അതായത് ഈ ചിക്കൻ്റെ സംഭവത്തിന് വേണ്ടി മാത്രം. പിന്നെ വേറൊരു ഹോട്ടലിൽ ചെന്നപ്പോഴാണ് അവർ മാന്യമായിട്ട് 90 രൂപ എന്ന് പറഞ്ഞത്. 90 രൂപ ചിക്കൻ 65-നും പിന്നെ ചപ്പാത്തിക്ക് 2 ചപ്പാത്തി 40 രൂപ. അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ സുന്ദരപാണ്ഡിപുരം സൂര്യകാന്തി പാടങ്ങളെല്ലാം കണ്ട വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഓർത്തോളുക. ബസ്സിൽ വരുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് തെങ്കാശിയിലേക്ക് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ നിങ്ങൾ പോസ്റ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ എന്നിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള ബസ് നോക്കാം, എന്നിട്ട് അതിൽ കയറി വിടാം. ഇവിടെ നിന്നും നാട്ടിലേക്ക്, അതായത് കൊല്ലത്തേക്ക് 137 രൂപയാണെന്ന് തോന്നുന്നു ചാർജ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് വന്നതായിരുന്നു. റേറ്റ് മാറിക്കാണാൻ സാധ്യതയില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ഇവിടെ നോക്കേ, 1-ന് പകരം 2 കൊല്ലം ബസ്സുകൾ. ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ, അതായത് ആദ്യം പോകുന്ന ഏത് ബസ്സാണോ എന്ന് നോക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി നമുക്ക് വിടാം.